السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തുൻ നബവിയ്യ, ആ ഒരു വിഷയത്തിന്റെ തുടർച്ചയെന്നോണം 9ാമത്തെ ഒരു ഭാഗത്ത്, അപ്പോൾ കഴിഞ്ഞ ഭാഗം 8ാമത്തെ ഭാഗം നമ്മൾ അവസാനിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹീത ജന്നത്തെ സംബന്ധിച്ചാണ്. ആ ഭാഗത്ത് നമ്മൾ സംസാരിച്ചത്. അതിൽ അവസാനം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുലയൂട്ടിയ പ്രധാനപ്പെട്ട ചില സ്ത്രീകൾ, ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ, അതേപോലെ തന്നെ സുവൈബ, അവരെ സംബന്ധിച്ചെല്ലാം നമ്മൾ സംസാരിക്കുകയുണ്ടായി. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുലയൂട്ടിയ പ്രധാനപ്പെട്ട ഒരു സ്ത്രീ, അവരുടെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാല്യകാലം ചെലവഴിച്ച സന്ദർഭത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ, അതാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, അക്കാലഘട്ടത്ത് അറേബ്യൻ ദേശത്ത് ഉണ്ടായിരുന്ന, പ്രധാനമായിട്ട് മക്കയിലുള്ള ധനികരായിട്ടുള്ള ആളുകൾക്കിടയിലെല്ലാം നിലനിന്നിരുന്ന ഒരു സമ്പ്രദായം, ഏതെങ്കിലും ഒരു വീട്ടിലൊരു കുട്ടി പിറന്നു വീണ് കഴിഞ്ഞാൽ ആ കുട്ടിയെ മുലയൂട്ടാൻ വേണ്ടി അവർ വിദൂര ഗ്രാമത്തിലുള്ള ചില ആളുകളിലേക്ക് ഏൽപ്പിക്കുന്നൊരു പതിവ് അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ ഗ്രാമപ്രദേശത്തുള്ള ആളുകൾ കുട്ടിയെ അന്വേഷിച്ച് വരും. അന്വേഷിച്ച് വന്ന സന്ദർഭത്തിൽ ആ കുട്ടിയെ അവർക്ക് നൽകുമെന്നുള്ള, അങ്ങനെ ആദ്യത്തെ 1-2 വർഷം കുട്ടി വിദൂര ദേശത്തുള്ള ഗ്രാമപ്രദേശങ്ങളിലാണ് വളരുക. അപ്പോൾ നമ്മൾ ബോർഡിങ്ങിലെല്ലാം പറഞ്ഞയക്കുന്നത് പോലെ ആ രൂപത്തിലുള്ളൊരു ആചാരം അക്കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. അത് അവർ അനുഷ്ഠിക്കാനുള്ള, അതിന്റെ പിന്നിലുള്ള ചില പ്രധാനപ്പെട്ട യുക്തികൾ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്, അത് ഏകദേശം സമാനമായിട്ട് ഇപ്പോൾ ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ ഇന്ന് നമ്മൾ വാക്സിനേഷൻ എല്ലാം നൽകുന്നതിന് തത്തുല്യമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് അവർ അതിലൂടെ ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വാക്സിനേഷൻ, അഡ്വാൻസ് ആയിട്ട് വാക്സിനേഷൻ നൽകും. പിൻകാലത്ത് അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ കുട്ടിക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ വേണ്ടി നമ്മൾ വാക്സിനേഷൻ നൽകാറുണ്ട്. അപ്പം അതേ രൂപത്തിൽ കുട്ടിയുടെ പ്രതിരോധ ശേഷി മെച്ചപ്പെടാനും അതേപോലെ തന്നെ ശുദ്ധവായു എല്ലാം ശ്വസിച്ച ഒരല്പകാലം, ആദ്യത്തിലുള്ള ആ ഒരു അല്പകാലം ജീവിക്കാൻ വേണ്ടി അവർ വിദൂര ദേശത്തേക്ക് പറഞ്ഞയച്ചു എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മക്ക എന്നുള്ളത് നിരവധി ആളുകളെല്ലാം സംഗമിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. വ്യത്യസ്ത പ്രദേശത്തുള്ള ആളുകളെല്ലാം നിരന്തരം മക്കയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഏത് സന്ദർഭത്തിലും പകർച്ചവ്യാധികളും രോഗങ്ങളെല്ലാം സർവ്വസാധാരണയായിരുന്നു മക്കയിൽ. കുട്ടികൾക്കിടയിലുള്ള മരണനിരക്ക്, ഇൻഫാന്റ് മൊർട്ടാലിറ്റി റേറ്റ് എല്ലാം വളരെ ഉയർന്ന തോതിലായിരുന്നു അക്കാലഘട്ടത്ത് മക്കയിൽ. പ്രത്യേകം മനസ്സിലാക്കണം, ഇന്നത്തെ പോലെ വൈദ്യശാസ്ത്ര രംഗം ഇതേ രൂപത്തിലൊന്നും പുരോഗമിച്ചിട്ടില്ല. ആന്റിബയോട്ടിക്കുള്ള ചെറിയ ഇൻഫെക്ഷൻ വരെ മരണകാരണമായേക്കാവുന്ന രീതിയിലാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പൊ നമ്മളിതെല്ലാം കണ്ടെത്തിയിട്ടും ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമ്മൾ ഹജ്ജിന് പോകുന്ന സന്ദർഭത്തിൽ നമ്മൾ വാക്സിനേഷനെല്ലാം എടുക്കാറുണ്ട്. വാക്സിൻ എടുത്തിട്ടാണ് നമ്മൾ ഹജ്ജിന് പോകാറുള്ളത്. അതെല്ലാം അത്തരത്തിലുള്ള നിരവധി പ്രിക്കോഷൻസ് എടുത്തിട്ടും ഇക്കാലഘട്ടത്തിൽ നമുക്ക് ഹജ്ജ് സീസണിൽ നിരവധി ഇൻഫെക്ഷനുകൾ അവിടെ സർവ്വസാധാരണയാണ്. അവിടെ ജീവിക്കുന്ന ആളുകൾക്കറിയാം ചെറിയ തോതിലുള്ള നിരവധി രോഗങ്ങൾ ആ ഒരു സന്ദർഭത്തിൽ വരുമെന്നുള്ള. അപ്പം അതൊന്നുമില്ലാത്ത ആ ഒരു കാലഘട്ടം നമുക്ക് ഏകദേശം ഊഹിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതേ രൂപത്തിൽ അവര് വിദൂരദേശത്തുള്ള ഗ്രാമങ്ങളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കും. ആ കുട്ടികൾ 1-2 വർഷം അവിടെ വളർന്നതിന് ശേഷം പിന്നീട് അവരെ തിരിച്ചേൽപ്പിക്കുക. അതേ രൂപത്തിലുള്ള, അതാണ് ഒന്നാമതായിട്ട് അവർ ആ രൂപത്തിൽ അനുഷ്ഠിക്കുന്നതിന്റെ പിന്നിലുള്ള ഒരു യുക്തി. രണ്ടാമത്തെ ഒരു യുക്തിയായിട്ട് പറയപ്പെടുന്നത്, ജനിച്ചു വീണ ഉടൻ, അതായത് ആ സമ്പന്നതയിലേക്ക് ജനിച്ചു വീഴുന്നതിന് പകരം ഒരല്പം പ്രയാസകരമായിട്ടുള്ള ജീവിത സാഹചര്യത്തിലൂടെ കുട്ടിയെ ആദ്യത്തിൽ ജീവിച്ചു പോകുന്ന സന്ദർഭത്തിൽ പിന്നീട് മക്കയിലേക്ക് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ മക്കയിലുള്ള സാഹചര്യങ്ങളൊന്നും തന്നെ കുട്ടിക്കൊരു പ്രയാസകരമായിട്ട് തോന്നില്ല എന്നുള്ള മനോഹരമായിട്ടുള്ള യുക്തി. മക്കയിലുള്ള ആ ജീവിതം ഏറ്റവും വലിയൊരു ലക്ഷറി ആയിട്ട് കുട്ടിക്ക് അനുഭവപ്പെടുന്നുള്ള. അപ്പൊ ആദ്യം ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു സാഹചര്യം, അത് വലിയൊരു പാഠം കൂടെയാണ്. ഇന്നും നമുക്ക് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു പാഠം കൂടെയാണ്. കുട്ടികൾ ആവശ്യപ്പെടുന്നത് മുഴുവൻ നമ്മൾ നൽകി വളർത്തുന്നതിനേക്കാൾ പ്രയാസവും ബുദ്ധിമുട്ടും അറിഞ്ഞ കുട്ടികളായിരിക്കും എല്ലാ അർത്ഥത്തിലും പെട്ടെന്ന് പക്വതയും അതേ രൂപത്തിൽ ജീവിത പരിജ്ഞാനമല്ല, അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ചൊരു ഉൾക്കാഴ്ചയെല്ലാം അത്തരത്തിലുള്ള സന്താനങ്ങൾക്കാണ് ഉണ്ടാകുക. അത് മനോഹരമായിട്ടുള്ള ഒരു പാഠം കൂടെയാണ്. മൂന്നാമതായിട്ട് ആ രൂപത്തിൽ അവര് പ്രവർത്തിക്കുന്നതിന്റെ പിന്നിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട യുക്തിയായിട്ട് പറയപ്പെടുന്നത്, അക്കാലഘട്ടത്ത് ഗ്രാമപ്രദേശങ്ങളിൽ ജീവിച്ച അറബികൾക്കിടയിലായിരുന്നു ശുദ്ധമായിട്ടുള്ള അറബി ഭാഷ നിലനിന്നിരുന്നത്. 22 കാരറ്റ് അറബി ഭാഷ അവർക്കിടയിലായിരുന്നു. കാരണം പട്ടണത്തിൽ, അതായത് മക്കൻ ദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ, മക്കയിലേക്ക് നിരവധി വ്യത്യസ്ത പുറത്തുള്ള ആളുകൾ നിരന്തരം അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ പുറത്തുള്ള ആളുകളുടെ ആ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ സ്വാധീനം കാരണം തീർച്ചയായിട്ടും
ആ ഭാഷയുടെ പ്യൂരിറ്റി നഷ്ടപ്പെടുക എന്നുള്ളത് സ്വാഭാവികമാണ്. പുറത്തുള്ള ആളുകളോട് നിരന്തരം ഇടപഴകുന്ന സന്ദർഭത്തിൽ നമ്മുടെ ആ ശുദ്ധ ഭാഷയ്ക്ക് കളങ്കം ഏറ്റുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ കാലത്തും നമ്മൾ ചിന്തിച്ചാല് ഇന്നും നമ്മൾ മസ്ജിദുൽ ഹറാമിലെല്ലാം പോകുന്ന സന്ദർഭത്തിൽ അവിടെ ജോലി ചെയ്യുന്ന ആളുകളെല്ലാം അവര് മറ്റുള്ള ഭാഷക്കാരോട് നിരന്തരം ഇടപഴകിയത് കൊണ്ട് തന്നെ അവരാ ശുദ്ധ ഭാഷയിൽ അല്ലെങ്കിൽ ഒരുപാട് മാറ്റം അവരുടെ സംസാരത്തിൽ പോലും കാണാൻ സാധിക്കും. സാന്ദർഭികമായിട്ടൊരു അനുഭവം ഓർക്കുന്നത്, വിദേശ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ആദ്യമായിട്ട് മക്കയിലേക്ക് പോയ സന്ദർഭത്തിൽ ഇനി ഒരു അല്പകാലം ശുദ്ധ അറബി എല്ലാം സംസാരിക്കാമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹം അവിടെ എത്തി. അദ്ദേഹം പറയുന്നുണ്ട് അവരോട് അദ്ദേഹം അറബി സംസാരിച്ച സന്ദർഭത്തിൽ, ആ ഫുസ്ഹ അറബി അദ്ദേഹം സംസാരിച്ച സന്ദർഭത്തിൽ പലതും അവർക്ക് മനസ്സിലാകുന്നില്ല. മാത്രമല്ല അവർ മറുപടി ആയിട്ട് പറയുന്നതിൽ അധികവും ഉറുദു പദങ്ങളാണ് എനിക്ക് കാണാൻ സാധിച്ചതെന്നുള്ളത്. കാരണം പുറത്തുള്ള ആളുകളായിട്ട് നിരന്തരം ഇടപഴകുന്ന സന്ദർഭത്തിൽ അത്തരത്തിലൊരു മാറ്റം സ്വാഭാവികമാണ്. അക്കാലഘട്ടത്ത് ഗ്രാമപ്രദേശത്തുണ്ടായിരുന്ന ആളുകൾ അവർക്കിടയിലായിരുന്നു യഥാർത്ഥത്തിൽ ശുദ്ധ ഭാഷ അതേ രൂപത്തിൽ നിലനിന്നിരുന്നത്. അതുകൊണ്ടാണ് നിരവധി ഇസ്ലാമിക ചരിത്രത്തിൽ നിരവധി ഇമാമിങ്ങൾ അതേപോലെ തന്നെ മുൻകാല പണ്ഡിതന്മാരുടെ ചരിത്രം നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ പല പണ്ഡിതന്മാരും ശുദ്ധ അറബി ഭാഷ കലക്ട് ചെയ്യാൻ വേണ്ടി ഇതേ രൂപത്തിൽ ഗ്രാമപ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്തതായിട്ടെല്ലാം നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഭാഷയായിരുന്നു. അപ്പൊ കുട്ടി അതേ രൂപത്തിൽ ആ ശുദ്ധ ഭാഷ അഭ്യസിക്കുക അല്ലെങ്കിൽ അഭ്യസിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടെ അതേ രൂപത്തിൽ അവർ പ്രവർത്തിക്കുന്നതിന് പിന്നിലുണ്ടായിരുന്നു. അപ്പൊ ഇതേ രൂപത്തിൽ കുട്ടികളെ പരിചരിക്കുന്നത് അല്ലെങ്കിൽ മുലയൂട്ടി വളർത്തുന്നതിൽ പേര് കേട്ട ഒരു ഗോത്രമായിരുന്നു ബനു സഅദ് ബിൻ ബക്കർ. ബനു സഅദ് ബിൻ ബക്കർ എന്നറിയപ്പെടുന്ന പ്രസിദ്ധ ഗോത്രം. അവരാണ് ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നതിൽ അവരുടെ ബ്രാൻഡായിട്ട് അവിടെ നിലനിന്നിരുന്ന ഒരു ഗോത്രം. ആ ബനു സഅദ് ബിൻ ബക്കർ ഗോത്രത്തിലെ ആ പ്രസിദ്ധ ഗോത്രത്തിലുണ്ടായിരുന്ന ഒരു വനിതയായിരുന്നു ഹലീമ സഅദി. അവരുടെ യഥാർത്ഥത്തിലുള്ള അവരുടെ പേര് ഹലീമ ബിൻത്ത് അബി ദുവൈബ് എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീ. ഇനി അവര് തന്നെ, അതായത് ഈ ഹലീമ റളിയല്ലാഹു അൻഹ അവർ പിൻകാലത്ത് ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. അവര് തന്നെ എന്താണ് ഉണ്ടായത് അല്ലെങ്കിൽ ഉണ്ടായ സംഭവങ്ങളെല്ലാം അവർ തന്നെ വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് ആ ഉദ്ധരണിയിൽ ഇബ്നു ഇസ്ഹാഖിന്റെ സീറയിൽ അദ്ദേഹം ഉദ്ധരിക്കുന്ന ആ സംഭവത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പൊ ഹലീമ ഓൾറെഡി അവർക്ക് രണ്ടോ മൂന്നോ സന്താനങ്ങളുണ്ട്. പ്രത്യേകം മനസ്സിലാക്കുക, ഷെയ്മ എന്ന പേരിൽ ഒരു പെൺകുട്ടി, അതേപോലെ തന്നെ അബ്ദുള്ള എന്ന പേരിൽ ഒരു കൈക്കുഞ്ഞ്, അതായത് മുല കുടിക്കുന്ന പ്രായത്തിലുള്ള ഒരു കുട്ടിയും അവർക്ക് ഉണ്ടായിരുന്നു. ഹലീമ സഅദിയ നേരത്തെ പറയും ബനു സഅദ് എന്നുള്ളത് അവരുടെ ഗോത്രപ്പേരാണ്. യഥാർത്ഥത്തിലുള്ള പേര് ഹലീമ ബിൻത്ത് അബി ദുവൈബ്, അതാണ് അവരുടെ യഥാർത്ഥത്തിലുള്ള പേര്. അപ്പൊ അവർ പറയാണ്, ഉദ്ധരണിയിൽ പറയാണ്, ഞങ്ങൾ ഈ ബനു സഅദ് ഗോത്രക്കാര് താമസിക്കുന്ന ആ പ്രദേശത്തെ ആ ഒരു വർഷം ശക്തമായിട്ടുള്ള ക്ഷാമം ബാധിച്ചു, ശക്തമായിട്ടുള്ള വരൾച്ച ബാധിച്ചു. ഞങ്ങൾക്ക് അങ്ങേയറ്റ പട്ടിണിയായിരുന്നു. അപ്പൊ ആ പട്ടിണിയെല്ലാം ബാധിച്ചത് കാരണം ഞങ്ങൾ ആ ബനു സഅദ് ഗോത്രത്തിലുള്ള ഒരു ഗ്രൂപ്പ്, ഒരു വിഭാഗം ആളുകൾ മുലയെട്ടാനുള്ള കുട്ടികളെയും അന്വേഷിച്ച് ഞങ്ങൾ മക്കയിലേക്ക് പുറപ്പെട്ടു. അപ്പൊ അവരൊരു ഗ്രൂപ്പായിട്ടാണ് വരിക. നേരത്തെ പറഞ്ഞു വർഷാവർഷം ഇതേ രൂപത്തിൽ ഒരു ഗ്രൂപ്പായിട്ട് വരും. എന്നിട്ട് ആ ഒരു വർഷം അവിടെ പ്രസവിച്ചിട്ടുള്ള കുട്ടികളെ മുഴുവൻ അവർ ഏറ്റെടുത്ത് അല്ലെങ്കിൽ ആ കുട്ടികളെയും എടുത്ത് അവർ തിരിച്ച് യാത്രയാവും. അതായിരുന്നു അവരുടെ സമ്പ്രദായം. അതേ രൂപത്തിൽ കുട്ടികളെയും അന്വേഷിച്ച ബനു സഅദ് ഗോത്രത്തിൽ നിന്നുള്ള ഒരു വിഭാഗം 10ഓളം സ്ത്രീകൾ മക്കയിലേക്ക് യാത്ര ചെയ്യുകയാണ്. കൂടെ ഈ ഹലീമ ഉണ്ടായിരുന്നു. അപ്പൊ ഹലീമ പറയണം, ഹലീമ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ എന്റെ ഭർത്താവ് ഉണ്ടായിരുന്നു. ഭർത്താവ് ഹാരിസ ബിൻ അബ്ദുൽ ഉസ്സ എന്നാണ് ഭർത്താവിന്റെ പേര്, ഹാരിസ. അതോടൊപ്പം അവരുടെ ആ ചെറിയ സന്താനം അബ്ദുള്ളയും കൂടെ കൂട്ടി ആ പെൺകുട്ടി, അതായത് ഷെയ്മയെ അവർ മറ്റാരോ ഏൽപ്പിച്ചിട്ടാണ് അവർ യാത്രയായത്. അവർ യാത്ര ചെയ്തിരുന്നത് ഒരു ചാരവർണ്ണത്തിലുള്ള ഒരു കഴുതപ്പുറത്താണ്. കൂടെ ഒരു ഒട്ടകത്തെയും ഞങ്ങൾ കൂട്ടിയിരുന്നു. ഒട്ടകത്തെ കൂട്ടാനുള്ള കാരണം ആ യാത്രയിലുടനീളം അവർക്ക് ഭക്ഷണമായിട്ട് ആ ഒട്ടകത്തിന്റെ പാല് കറക്കാലോ എന്ന് കരുതിയിട്ടാണ് ഒട്ടകത്തെ അവർ കൂടെ കൂട്ടിയത്. പക്ഷേ പട്ടിണി കാരണം ഒട്ടകത്തിൽ നിന്ന് യാത്രയിലുടനീളം ഞങ്ങൾക്ക് കാര്യമായിട്ട് പാലൊന്നും ലഭിച്ചില്ല. ഭർത്താവ് പല സമയത്തും ഒട്ടകത്തെ കറക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒട്ടകത്തിന് പാലില്ല. ഞങ്ങൾ പട്ടിണിയാണ്, അതുകൊണ്ട് തന്നെ എനിക്കും പാലില്ല. മകന് അബ്ദുള്ളയും വിശന്നിങ്ങനെ കരയുന്നുണ്ട്. അത് മാത്രമല്ല, ഞങ്ങൾ യാത്ര ചെയ്യുന്ന ആ കഴുതയാകട്ടത് വളരെ സാവധാനത്തിലാണത് സഞ്ചരിക്കുന്നത്. സ്പീഡിൽ യാത്ര ചെയ്യാനുള്ളൊരു കെൽപ്പ് അതിനില്ല. കാരണം അതിനും ഭക്ഷണമായിട്ട് ദിവസങ്ങളായിട്ട് ഒന്നും അതിന് നൽകിയിട്ടില്ല. അത് കാരണം ഞങ്ങളുടെ കൂടെ വന്ന ആളുകളെല്ലാം ഞങ്ങളെ മുൻകടന്ന് ഞങ്ങളെ ഓവർടേക്ക് ചെയ്ത് അവർ ഓൾറെഡി മക്കയിൽ എത്തിക്കഴിഞ്ഞു. ഞങ്ങൾ വളരെ സാവധാനമാണ് സഞ്ചരിക്കുന്നത്. ഞങ്ങളങ്ങനെ സാവധാനം സഞ്ചരിച്ച് അവസാനം മക്കയിൽ ഞാൻ എത്തി. അവിടെ ആ ഒരു വർഷം ഇതേ രൂപത്തിൽ പുതുതായിട്ട് പിറന്നു വീണ ആ കുട്ടികളെ അന്വേഷിച്ച് ഓരോ വീട്ടിൽ പോയി മുട്ടിയ സന്ദർഭത്തിൽ ആ വീട്ടിലുള്ള ആളുകളൊക്കെ പറഞ്ഞു, ഓൾറെഡി കൊടുത്തു കഴിഞ്ഞല്ലോ. അതായത്
നേരത്തെ വന്ന 9 സ്ത്രീകൾ ഓൾറെഡി അവിടെ പുതുതായി ജനിച്ച കുട്ടികളെ മുഴുവൻ അവർ കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഒരൊറ്റ കുട്ടിയും അവിടെ ബാക്കിയായതായിട്ട് ഞാൻ കണ്ടില്ല. ആകെ ബാക്കിയായത് ഒരു അനാഥ, ഒരു യത്തീമായിട്ടൊരു കുട്ടി മാത്രമാണ് അവിടെ ഉള്ളത്. ആ കുട്ടിയെ മറ്റുള്ള ആളുകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ അവരാരും ഏറ്റെടുക്കാൻ താല്പര്യം കാണിച്ചില്ല. എല്ലാവരാലും അവഗണിച്ച ആ കുട്ടി അവരവിടെ ഇട്ടതാണ്. ആ കുട്ടിയെ ഞാനും കണ്ടു, എനിക്കും ഏറ്റെടുക്കാൻ തോന്നിയില്ല. കാരണം എന്താന്ന് വെച്ചാൽ അത് ഏറ്റെടുക്കാൻ ഒരു വൈമനസ്യം അവർക്ക് വരാനുള്ള കാരണം ഇതേ രൂപത്തിൽ അവർ കുട്ടിയെ സംരക്ഷിച്ച് തിരിച്ചേൽപ്പിക്കുന്ന സന്ദർഭത്തിൽ കുട്ടിയുടെ പിതാവാണ് അവർക്ക് എന്തെങ്കിലും നൽകുക. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് പിതാവില്ല, യത്തീമാണ്. പിന്നീടുള്ളത് വല്ലിപ്പ അബ്ദുൽ മുത്തലിബാണ്. അബ്ദുൽ മുത്തലിബ് അവിടെ ഖുറൈശി പ്രമാണിയാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹത്തിന് 10-ലധികം സന്താനങ്ങൾ അദ്ദേഹത്തിന് തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യമായിട്ടൊന്നും സാമ്പത്തികമായിട്ടൊരു നേട്ടം ആ കുട്ടിയിൽ അവർക്ക് കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകളെല്ലാം ആ കുട്ടിയെ അവഗണിച്ചിട്ടു. ഹലീമ പറയാണ്, ഞാനും ആ കുട്ടിയെ കണ്ടു, ആ കുട്ടിയെ ഏറ്റെടുക്കാതെ ഞാനും നടന്നു. അങ്ങനെ മറ്റുള്ള പ്രദേശങ്ങൾ, മക്കയിലുള്ള മറ്റുള്ള പ്രദേശങ്ങളെല്ലാം ഞാൻ പരിധി നോക്കി, പക്ഷെ ഒരൊറ്റ കുട്ടിയും എനിക്ക് കിട്ടിയില്ല എന്നുള്ള. ഇപ്പൊ വെറും കൈയോടെ മറങ്ങേണ്ടി വരുമെന്നുള്ളൊരവസ്ഥയിലായ സന്ദർഭത്തിൽ അത് ഒഴിവാക്കാൻ വേണ്ടി രണ്ടും കൽപ്പിച്ച ആ അനാഥ ബാലൻ അല്ലെങ്കിൽ ആ കുട്ടി ഏറ്റെടുക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ച ആ തീരുമാനം ഭർത്താവ് ഹാരിസയോട് ഞാൻ പറഞ്ഞു. ആ പറഞ്ഞ സന്ദർഭത്തിൽ ഭർത്താവ്, അദ്ദേഹത്തിന് നല്ലൊരു മനസ്സുണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞു, നീ ആ കുട്ടിയെ തന്നെ ഏറ്റെടുക്കുക. ഫഅസല്ലാഹു അൻ യജഅല ലനാ ഫീഹി ഖൈറ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കാരണത്താൽ നമുക്ക് വല്ല ഖൈറും തന്നേക്കാമെന്ന് ഭർത്താവ് അവരോട് പറഞ്ഞു എന്നുള്ള. അങ്ങനെ ഹലീമ ആ അനാഥ കുട്ടിയെ അല്ലെങ്കിൽ ആ യത്തീമായിട്ടുള്ള കുട്ടിയെ ഏറ്റെടുക്കാൻ വേണ്ടി ഹലീമ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവര് ആ കുട്ടിയെയും അന്വേഷിച്ച് ആ വീട്ടിലേക്ക് പോവാണ്. വീട്ടില് കുട്ടിയുടെ മാതാവ് ആമിന ആ കുട്ടിയെ അവരെ ഏൽപ്പിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതത്തിൽ എടുത്ത ഏറ്റവും നല്ലൊരു തീരുമാനമായിരുന്നു അത് അവർ ആ സന്ദർഭത്തിൽ അറിയുന്നില്ല. അങ്ങനെ ഹലീമ കുട്ടിയെയും വാങ്ങിയിട്ട് അവര് തിരിച്ച് യാത്രയാവാണ്. തിരിച്ചവര് യാത്ര ചെയ്യാൻ വേണ്ടി അവർ ആ വാഹനപ്പുറത്തേക്ക് കയറി മടിയിലിരുത്തി യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് ആ മടിയിലിരുത്തി കുട്ടിക്ക് മുല കൊടുത്ത സന്ദർഭത്തിൽ അത്ഭുതം സംഭവിക്കുകയാണ്. കാരണം അവര് പറയാണ്, അതുവരെ എന്റെ ശരീരത്തിൽ പാലുണ്ടായിരുന്നില്ല, എന്റെ സ്വന്തം മകന് വരെ നൽകാൻ അത്രയും നേരം പാലുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഏറ്റെടുത്ത ഈ കുട്ടി വായ വെച്ചതോടുകൂടെ എന്റെ മുലയിൽ ധാരാളം പാല് നിറഞ്ഞു എന്നുള്ള. അവന് വയറ് നിറയെ അവന് കുടിച്ച ഉടനെ തന്നെ ഞാൻ എന്റെ മകൻ അബ്ദുള്ള എടുത്ത് എന്റെ മകന് നൽകി, അവനും ധാരാളമായിട്ട് കുടിച്ചു. അങ്ങനെ അവര് മക്കൾക്ക് പാലെല്ലാം നൽകിയിട്ട് അവര് യാത്ര ആരംഭിച്ച സന്ദർഭത്തിലും അത്ഭുതം. കാരണം ഇങ്ങോട്ട് വന്ന സന്ദർഭത്തിലുള്ള ഒരു അനുഭവമല്ല, മറിച്ച് തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ അവരുടെ നേരത്തെ വളരെ സാവധാനം സഞ്ചരിച്ച ആ കഴുത വളരെ വേഗത്തിൽ നടക്കാൻ തുടങ്ങി. എത്രത്തോളം എന്ന് വെച്ചാൽ അവരുടെ കൂടെ വന്ന മറ്റുള്ള ആളുകളെല്ലാം പിറകിലാക്കിയിട്ട് ഞങ്ങൾ മുന്നിലേക്ക് എത്തി എന്നുള്ള. അവിടെ ആളുകളെല്ലാം ഞങ്ങളോട് വിളിച്ചു ചോദിക്കുന്നുണ്ട്, ഞങ്ങളൊന്ന് കാത്തു നിൽക്കുക, എന്ത് പറ്റി, നീ ഇങ്ങോട്ട് വന്ന കഴുതപ്പുറത്ത് തന്നെ അല്ലേ തിരിച്ചു പോകുന്നത്, എന്താണ് നിന്റെ കഴുതക്ക് സംഭവിച്ചതെന്നെല്ലാം അവരെന്നോട് വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു. അതേ രൂപത്തിലുള്ള ഒരു അത്ഭുതം അവിടെ സംഭവിച്ചെന്നുള്ള. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു സ്ഥലത്ത് ഞങ്ങൾ തമ്പടിച്ചു. അതായത് അവർ വിശ്രമിക്കാൻ വേണ്ടി അവിടെ തമ്പടിച്ചു. ഇവര് രണ്ടുപേരും, അതായത് ഹലീമയും ഭർത്താവും അത്ര സമയമായിട്ട് അവരൊന്നും ഭക്ഷിച്ചിട്ടില്ല. അപ്പൊ വിശപ്പ് കാരണം ഭർത്താവ് ഒരു പാത്രം എടുത്തിട്ട് ആ ഒട്ടകത്തെ കറക്കാൻ വേണ്ടി വീണ്ടും പോയ സന്ദർഭത്തിൽ ഹലീമ പറഞ്ഞു, എന്തിനാണ്, കുറെ സമയമായിട്ട് നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടല്ലോ, ഒട്ടകത്തിൽ നിന്നും പാലൊന്നും ലഭിക്കാൻ പോകുന്നില്ല എന്ന് ഹലീമ പറഞ്ഞു. പക്ഷേ എങ്കിലും ഭർത്താവ് പാത്രമായിട്ട് പോയി നോക്കാണ്. പക്ഷെ അത്ഭുതം എന്താന്ന് വെച്ചാൽ ഭർത്താവ് അവിടെ പോയ സന്ദർഭത്തിൽ ഒട്ടകത്തിന്റെ അകിട് മുഴുവൻ പാല് നിറഞ്ഞു കിടക്കുകയാണ്. അവർ വേണ്ടത്ര പാല് കറന്നെടുത്ത് രണ്ടാളും മതിവരുവോളം അവർ കുടിച്ചു. ആ പാല് ബാക്കിയാകുമാർ അവർ കുടിച്ചു എന്നുള്ള. അന്നത്തെ ദിവസം ഞങ്ങൾ വയറ് നിറച്ച് സുഖമായി അന്ന് ഉറങ്ങി എന്നുള്ള. സുഖമായി ഉറങ്ങി അവർ വീണ്ടും യാത്ര ചെയ്ത് നാട്ടിലെത്തിയ സന്ദർഭത്തിലും അത്ഭുതം എന്താന്ന് വെച്ചാൽ അവർ പോകുന്ന സന്ദർഭത്തിൽ അവരുടെ ആ പ്രദേശമെല്ലാം ക്ഷാമം ബാധിച്ച് വരണ്ട് കിടക്കുന്ന അവരുടെ സ്ഥലം, അവരുടെ ആ ബൗണ്ടറി അല്ലെങ്കിൽ അവരുടെ ആ സ്ഥലം അതെല്ലാം പച്ചപ്പ് വന്നിരിക്കുകയാണ്. വരണ്ട് കിടക്കുന്ന ഞങ്ങളുടെ സ്ഥലമെല്ലാം പച്ചപ്പ് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഞങ്ങളുടെ ആടെല്ലാം സമൃദ്ധമായിട്ട് പാലും നൽകാൻ തുടങ്ങിയിട്ടുണ്ട്. അതേ സന്ദർഭത്തിൽ ആ ബനു സഅദ് ഗോത്രത്തിലുള്ള മറ്റുള്ള ഒരാൾക്കും വരൾച്ച കാരണം അവരുടെ ആടുകളൊന്നും പാല് നൽകുന്നില്ല. പക്ഷെ ഞങ്ങളുടെ ആടുകൾ ദിനേന സമൃദ്ധമായിട്ട് ഞങ്ങൾക്ക് പാല് നൽകാനും തുടങ്ങി. എത്രത്തോളം എന്ന് വെച്ചാൽ അവിടെയുള്ള മറ്റുള്ള ആളുകളെല്ലാം
അവരുടെ ആട്ടിടയന്മാരോട് അവർ പറയും, നിങ്ങൾ അബൂദുവൈബിന്റെ പുത്രി, അതായത് ഹലീമ, അവരാടിനെ മേയ്ക്കാൻ വിടുന്ന സ്ഥലത്തേക്ക് നിങ്ങളും പോവുക എന്നെല്ലാം അവരുടെ ആട്ടിടയനെ അവർ ഉപദേശിച്ചു നോക്കി. അവരെല്ലാം അതേ രൂപത്തിൽ ചെയ്തു. പക്ഷേ എന്നിട്ടും വൈകിട്ട് അവരുടെ ആടിന്റെ അകിട് നോക്കുന്ന നേരത്തിൽ അവർക്ക് പാലില്ല, ഞങ്ങൾക്ക് സമൃദ്ധമായിട്ട് പാലുണ്ട്. അതുകൊണ്ട് തന്നെ ആ പാല് ഞങ്ങൾ ഉപയോഗിച്ച് മാത്രമല്ല, ആ പാല് മറ്റുള്ള ആളുകൾക്ക് നൽകിയും വിറ്റെല്ലാം സമ്പത്ത് ഉണ്ടാക്കാനെല്ലാം ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ള. എല്ലാം കൊണ്ടും അങ്ങേയറ്റം സമൃദ്ധി ആ വീട്ടിൽ കടന്നു വരികയാണ്. ആ രൂപത്തിൽ 2 വർഷങ്ങൾ അവർ പിന്നിട്ടു. അപ്പൊ എല്ലാ സമൃദ്ധിക്കും കാരണം ഈ ഒരു കുട്ടിയാണെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു. അപ്പൊ 2 വർഷം കഴിഞ്ഞ സന്ദർഭത്തിൽ ഹലീമക്ക് കുട്ടിയെ തിരിച്ചേൽപ്പിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു 2 വർഷമാണ് കാലാവധി. അപ്പൊ കുട്ടിയെ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി മനസ്സില്ലാ മനസ്സോടെ ഹലീമയും ഭർത്താവും വീണ്ടും മക്കയിലേക്ക് പുറപ്പെടാൻ. കുട്ടിയെ നൽകാൻ അവർക്ക് തീരെ ഇഷ്ടമില്ല. കാരണം ആ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബർക്കത്തെല്ലാം നഷ്ടപ്പെടുമെന്ന് അവർക്ക് അങ്ങേയറ്റം അവർക്ക് ഭയം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ആ കുട്ടിയെ വീണ്ടും ഒരല്പകാലം കൂടെ സൂക്ഷിക്കാൻ വേണ്ടി മാതാവ് ആമിനയോട് അവർ നിരവധി എക്സ്ക്യൂസുകൾ പറഞ്ഞു. അവർ പറഞ്ഞു, ഒരല്പം കൂടെ എന്റെ കൂടെ നിന്നോട്ടെ, മക്കയിൽ ഒരുപാട് പകർച്ചവ്യാധികളെല്ലാം വന്നിട്ടുണ്ട്, അത് അവനെ ബാധിക്കുമെന്നൊക്കെ ഞങ്ങൾക്ക് പേടിയുണ്ട്, ഒരല്പം കൂടെ കാലം ഞങ്ങളെ കൂടെ നിങ്ങൾ ഫ്രീ ആയിട്ട് ഞങ്ങൾ ഒന്നും തരേണ്ടതില്ല, ഞങ്ങൾ അവിടെ നിന്നോട്ടെ എന്നല്ല അവർ നിർബന്ധിച്ചു. അവസാനം ആമിന അതിന് അനുമതി നൽകി എന്നുള്ള. അവർ വീണ്ടും ആ കുട്ടിയും എടുത്ത് സന്തോഷത്തോടു കൂടെ വീണ്ടും കുട്ടിയുമായിട്ട് വീട്ടിലേക്ക് തിരിക്കുകയാണ്. ആ വീട്ടിലേക്ക് 2ാമത് പോയ സന്ദർഭത്തിലാണ്, അവിടെ വെച്ചിട്ടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാല്യകാലത്ത് നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ആ ഒരു സന്ദർഭത്തിലാണ് അരങ്ങേറുന്നത്. ഹലീമയുടെ വീട്ടിൽ അവരുടെ സന്താനങ്ങളോടൊപ്പം ഷെയ്മ, അതേപോലെ തന്നെ അബ്ദുള്ള, ആ സന്താനങ്ങളോടൊപ്പം എല്ലാം കളിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബാല്യം പിന്നിടുന്നത്. അവരായിരുന്നു കളിക്കൂട്ടുകാർ. അവർ ഏത് സന്ദർഭത്തിൽ അവർ ഒന്നിച്ച് കളിക്കും. അങ്ങനെ ഒരിക്കലും കളിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രായം 3-4 വയസ്സ് മാത്രമാണ്. കളിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ നടന്ന ഒരു സംഭവം, വളരെ പ്രധാനപ്പെട്ട സംഭവം, ഷഖ്ഖു സദ്ർ എന്നറിയപ്പെടുന്ന ആ സംഭവം നമ്മൾ കാണാൻ സാധിക്കും. സ്വഹീഹ് മുസ്ലിമിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട സ്വഹീഹായിട്ടുള്ള സംഭവമാണ്. കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ജാഅത്ത് റജുലാൻ, 2 മനുഷ്യർ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. തൂവെള്ള വസ്ത്രധാരികളായിട്ടുള്ള 2 ആളുകൾ അവർക്കിടയിലേക്ക്, ആ കുട്ടികൾക്കിടയിലേക്ക് പ്രത്യക്ഷപ്പെട്ടു. മറ്റൊരു ഹദീസിൽ അതാഹു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. അപ്പൊ 2-ൽ ഒരാള് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ചിന്തിച്ചു നോക്ക്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ആദ്യമായിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുമായിട്ടുള്ള കൂടിക്കാഴ്ച സംഭവിക്കുന്ന ആ ഒരു പോയിന്റിലാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരിച്ചറിയുന്നില്ല. കാരണം ചെറിയ കുട്ടിയാണ്. പിൻകാലത്ത് ഒരു 10-30 വർഷത്തിന് ശേഷം ഹിറാ ഗുഹയിൽ വെച്ചാണ് അടുത്തതായിട്ടുള്ള കൂടിക്കാഴ്ച. അവിടെ നിന്ന് അങ്ങോട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കുന്നത്. അവസാനം വഫാത്താക്കുന്നത് വരെ ആ ഒരു ബന്ധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാം, പരിശുദ്ധ ഖുർആൻ, ഉടനീള ഖുർആനെല്ലാം ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് പിൻകാലത്ത് ലഭിക്കാൻ, അതിന്റെ എല്ലാം തുടക്കം ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് ഈ ഒരു സന്ദർഭത്തിലാണ്. അപ്പൊ 2 ആളുകൾ വന്നു. അതിലൊരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ച് നിലത്ത് കിടത്തിയതിനു ശേഷം, അത് കണ്ട സന്ദർഭത്തിൽ തന്നെ കുട്ടികളെല്ലാം ഭയന്നോടി. നിലത്ത് കിടത്തിയതിനു ശേഷം നെഞ്ച് പിളർത്തി ഹൃദയം പുറത്തെടുത്തിയതിനു ശേഷം കൂടെ വന്ന ആളുടെ കയ്യിൽ അതിൽ ഒരു സ്വർണ്ണ പാത്രം ഉണ്ടായിരുന്നു. ആ പാത്രത്തിൽ സംസം, മറ്റൊരു റിപ്പോർട്ടിൽ ആ പാത്രത്തിൽ ഐസായിരുന്നു. അതിലേക്ക് ഹൃദയത്തെ വെച്ചു എന്നുള്ളതാണ്. ഹൃദയത്തെ വെച്ചു. അതിനുശേഷം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ ഹൃദയത്തിൽ നിന്നും ഒരു അംശം, അലഖത്തുൻ സൗദ, അതായത് ഒരു കറുത്ത ഭാഗം, അതിൽ നിന്ന് ഒഴിവാക്കുന്ന സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഹാദാ ഹദ്ദു ശൈത്വാനി മിൻക്, നിന്റെ ശരീരത്തിലുള്ള പിശാചിന്റെ ഭാഗമാണിതെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഭാഗം ഒഴിവാക്കി എന്നുള്ള. ആ ഭാഗം ഒഴിവാക്കിയതിന് ശേഷം ആ ഹൃദയം അവിടെ വെച്ച് തുന്നിച്ചേർത്തു അവര് അപ്രത്യക്ഷരായി എന്നുള്ള. ആ കാഴ്ച കണ്ട സന്ദർഭത്തില് കുട്ടികളെല്ലാം ഭയന്നോടി. ഇന്ന മുഹമ്മദൻ ഖദ് ഖുതിൽ, മുഹമ്മദിന് ഇത് ആരോ കൊന്നിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് പറഞ്ഞുകൊണ്ട് കുട്ടികൾ വീട്ടിലേക്ക് ഓടി. ഈ കുട്ടികളെ നിലവിളിയെല്ലാം കേട്ട് വീട്ടിൽ നിന്നും ഹലീമയും അതേപോലെ തന്നെ ഭർത്താവും പുറത്തേക്ക് വന്ന സന്ദർഭത്തിൽ അവർ കണ്ട കാഴ്ച ഒരു നീല നിറത്തിൽ, അല്ലെങ്കിൽ വിവർണനായിട്ട്, ഹദീസിൽ വഹുവ മുൻഖതഉൽ ലൗൻ, അതായത് വിവർണനായിട്ട് മറ്റൊരു കളറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇങ്ങനെ ഭയന്നിരിക്കുന്നതായിട്ട് അവർ കണ്ടു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, മനോഹരമാണ്. കാരണം ഈ ഒരു സംഭവത്തെ ശാസ്ത്രീയമായിട്ട് അതിനെ ഒരു കാർഡിയോളജിസ്റ്റ് അദ്ദേഹം അതിനെ ഒരുപാട് വിശദീകരിക്കുന്നതായിട്ട് മുമ്പ് ശ്രദ്ധയിൽപ്പെട്ടത് ഓർക്കുകയാണ്. അതിമനോഹരമായിട്ട് അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നമുക്കറിയാം, യഥാർത്ഥത്തിൽ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് തന്നെ അവിടെ നടന്ന്, ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്താറുണ്ട്.
അതും നമ്മളറിയാം, ഹാർട്ട് എടുത്തതിന് ശേഷം ഐസിലേക്ക് വെച്ചതിലും അതെല്ലാം നിരവധി ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളുണ്ട്. അതേപോലെ തന്നെ നിറം മാറ്റമല്ല, അതിന്റെ എല്ലാം ശാസ്ത്രീയമായിട്ട് അതിനെല്ലാം വിശദീകരിക്കാൻ സാധിക്കും. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഏതായിരുന്നാലും നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെ നടന്നത് ഒരു സ്പിരിച്വൽ പ്രൊസീജിയറാണ്, അത് ആത്മീയമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് അവിടെ നടന്നത്. പക്ഷേ അത് നടത്തിയത് ഒരു ഫിസിക്കലി, അതായത് യഥാർത്ഥത്തിൽ ഹൃദയം പുലർത്തി തന്നെയാണ് അത് നടത്തിയത്. കാരണം എന്താന്ന് വെച്ചാൽ, ആ ഹൃദയം രണ്ടാമത് തുന്നിച്ചേർത്തതിന്റെ പാടുകൾ കാലങ്ങളോളം അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണം വരെ അത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള. കാരണം ഹദീസ് ഉദ്ധരിക്കുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ 19 വർഷത്തിന് ശേഷം മദീനയിൽ വെച്ച് ഒരുപാട് കാലത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 50 വയസ്സിനെല്ലാം ശേഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചിൽ ആ പാട് ഞാൻ കണ്ടിരുന്നു, ആ തുന്നിച്ചേർത്ത പാട് ആ സന്ദർഭത്തിൽ ഞാൻ കണ്ടിരുന്നു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ നിന്ന് എടുത്ത് ഒഴിവാക്കിയത്? ഒന്നാമതായിട്ട് ആദാ ഹദ്ദു ശൈത്വാനി മിൻകെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ഒഴിവാക്കിയത്. നമുക്കറിയാം, പിശാച് ഓരോ മനുഷ്യനെയും വ്യത്യസ്ത രൂപത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ പിശാച് മനുഷ്യനെ സ്വാധീനിക്കുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും, അല്ലാഹു അത് ഗൈബിയായിട്ടുള്ള കാര്യമാണ്. പിശാച് ഹൃദയത്തിൽ വസ്വാസ് ഉണ്ടാക്കുന്ന പരിശുദ്ധ ഖുർആൻ അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, പിശാച് നമ്മുടെ സ്വാധീനിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും ഒന്നായിരിക്കാം അത്, അല്ലാഹു അലം. ഇപ്പൊ സ്വഹീഹായിട്ടുള്ള ഹദീസിലും മറ്റൊരു ഹദീസ് ഇവിടെ ചേർത്ത് വായിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലും പറഞ്ഞു, ഓരോ ആളുകൾക്കും ഒരു ഖരീനുണ്ട്. അതായത് നമ്മളെ തെറ്റിലേക്ക് നമ്മളെ നിരന്തരം പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഖരീൻ, അതായത് ഒരു അദൃശ്യ സുഹൃത്ത് നമുക്കുണ്ട്, അല്ലെങ്കിൽ ഒരു പിശാച് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള. അത് പറഞ്ഞ സന്ദർഭത്തിൽ സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. ആ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, പ്രവാചകരെ താങ്കൾക്കും ഉണ്ടോ ആ രൂപത്തിലൊരു ഖരീൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കും ഉണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്താൽ എന്റെ ഖരീൻ എനിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു, അതായത് അവന് മുസ്ലിമാണ്, അതുകൊണ്ട് എന്നോട് നല്ലത് മാത്രമേ കൽപ്പിക്കൂ എന്നുള്ള. അപ്പൊ ഇവിടെ പ്രത്യേകമായിട്ട് ഒരു തെറ്റിദ്ധാരണ മാറ്റുക. പിശാച് നമ്മുടെ കൂടെ ഖരീനുണ്ടെന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ തെറ്റിലേക്ക് വലിച്ചിടക്കല്ല, അതിനവർക്ക് കഴിയില്ല. കാരണം നമ്മുടെ മീതെ അവർക്ക് ആത്യന്തികമായിട്ടുള്ള കൺട്രോളില്ല, മറിച്ച് തെറ്റിലേക്ക് അവർ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും എന്നുള്ള. അതിനുള്ള വസ്വാസ് മനസ്സിലേക്ക് ഇട്ട് വരും. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിന്റെ 22-ാമത്തെ വചനം, പ്രസിദ്ധമായിട്ടുള്ള വചനമാണ്. ആ വചനത്തിൽ ഖിയാമത്ത് നാൾ വെച്ചുകൊണ്ട് പിശാച് നടത്തുന്ന ഒരു ഖുത്ബത്തു ശൈത്താൻ എന്നാണ് ആ വചനത്തെ പണ്ഡിതന്മാർ വിളിക്കുന്നത്. പിശാച് നടത്തുന്ന ഒരു ഖുത്ബയാണത്. അതിൽ പിശാച് പറയുന്നുണ്ട്, വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് നിങ്ങളുടെ മീതെ യാതൊരു കൺട്രോൾ ഉണ്ടായിരുന്നില്ല. അവിടെ വെച്ചുകൊണ്ട് പിശാച് പിശാചിന് നമ്മുടെ മീതെ ആത്യന്തികമായിട്ട് യാതൊരു കൺട്രോളും ഇല്ല, മറിച്ച് ഇല്ലാ ദഅവ്തുക്കും ഫസ്തജബ്തുലി, നിങ്ങളെ വിളിക്കുന്ന സന്ദർഭത്തിൽ, തെറ്റിലേക്ക് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ എന്റെ വിളിക്ക് ഉത്തരം നൽകി. ഞാൻ തെറ്റിലേക്ക് പ്രചോദിപ്പിക്കുന്ന സന്ദർഭത്തിൽ ആ എന്റെ വിളി സ്വീകരിക്കാനും അതേ സന്ദർഭത്തിൽ അതിനെ തിരസ്കരിച്ചുകൊണ്ട് നന്മയിൽ മുന്നേറാനും നിങ്ങൾക്ക് സാധ്യമായിരുന്നു. നിങ്ങൾക്ക് അതിന് രണ്ടിനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. പക്ഷേ ആ നന്മയിലേക്ക് മുന്നേറാനുള്ള കഴിവിനെ അവഗണിച്ചിട്ട് എന്റെ ഞാൻ വിളിച്ചിടത്തേക്ക് നിങ്ങൾ വന്നതുകൊണ്ടാണ് നിങ്ങൾ ഇതേ രൂപത്തിലായത്, അതുകൊണ്ട് ഫലാ തലൂമൂനി വലൂമി അൻഫുസക്കും, നിങ്ങൾ കുറ്റപ്പെടുത്തേണ്ടത്, ഇന്നത്തെ ദിവസം നിങ്ങൾ എന്നെ കുറ്റം പറയേണ്ട, നിങ്ങൾ തന്നെയാണ് ഇതിന്റെ കാരണക്കാല്, നിങ്ങൾ തന്നെ അനുഭവിച്ചോളൂ എന്ന് പിശാച് ആ സന്ദർഭത്തിൽ തള്ളിപ്പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിൽ 3ഓളം സ്ഥലത്ത് സൂറത്തുൽ ഇസ്രായിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കാര്യം, പിശാചിന് നിങ്ങളുടെ മീതെ വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താൻ, നിങ്ങളുടെ മീതെ കൺട്രോൾ ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അത്തരത്തിൽ പിശാചിന്റെ സ്വാധീന വലയത്തിൽ, അല്ലെങ്കിൽ പിശാച് സ്വാധീനിക്കാൻ ഉപയോഗിക്കുന്ന എന്തോ ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അത് എടുത്തു മാറ്റി. അതാണ് അവിടെ നടന്നത്. ആ നീക്കം ചെയ്യുക വഴി പ്രത്യേകമായിട്ടൊരു സംരക്ഷണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുകയാണ്. പ്രവാചകന് മാത്രമായിട്ടുള്ള സവിശേഷതയാണ്. ഈ ഹൃദയം പുലർത്തിയ ഒരു സംഭവം അത് ഒരു സന്ദർഭത്തിൽ മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അത് ഒന്നിലധികം തവണ, 2 അതോ ചില പണ്ഡിതന്മാർ 3ഓളം തവണ അതേ സംഭവം അരങ്ങേറിയിട്ടുണ്ട് എന്നുള്ളത്. മറ്റൊരു പ്രസിദ്ധമായിട്ടുള്ള സംഭവം നമുക്കറിയാം. 10-45 വർഷത്തിന് ശേഷം ഇസ്രാ മിഅ്റാജ് യാത്ര, ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദമായിട്ട് ആ സന്ദർഭത്തിൽ പറയാം. ഇസ്രാ മിഅ്റാജ് യാത്ര ആരംഭിക്കുന്നതിന്റെ ഒരല്പം മുമ്പും ഇതേ സംഭവം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹൃദയം പുറത്തെടുത്ത് സംസത്തിൽ കഴുകി അവിടെ നിക്ഷേപിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ സന്ദർഭത്തിൽ ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കുന്നില്ല, കാരണം അത് ഈ സന്ദർഭത്തിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്നുള്ള. സുബ്ഹാനല്ലാഹ്. ഇതാണ് പ്രസിദ്ധമായിട്ടുള്ള സംഭവം. ആ സംഭവത്തിലുള്ള ചില യുക്തികൾ പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഒന്നാമതായിട്ട് അതിന്റെ പിന്നിലുള്ള ഒരു യുക്തി എന്താണെന്ന് വെച്ചാൽ, പ്രവാചകൻ ബാല്യകാലത്ത് തന്നെ, അതായത് കുട്ടിയായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാവിയിൽ
ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു വലിയ ദൗത്യത്തിലേക്ക് ഒരുക്കുകയാണ്. അതിന്റെ ഒരു പ്രിപ്പറേഷൻ ആയിട്ടാണ് ഈ ഒരു സംഭവം അവിടെ അരങ്ങേറിയത്. അതേപോലെ തന്നെ മറ്റൊരു മനോഹരമായിട്ടുള്ള ഇതിന്റെ പിന്നിലൊരു യുക്തി, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാവി ദൗത്യത്തിലേക്ക് വേണ്ടി റസൂലുള്ളാഹിന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കാരണം അതിശക്തമായിട്ടുള്ള ചില വാക്കുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കുകൾ, ആ വാക്കുകൾ ഏറ്റുവാങ്ങാനുള്ള ഹൃദയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാം പരിശുദ്ധ ഖുർആന്റെ ശക്തി നമുക്കറിയാലോ. അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയ. പർവ്വതത്തെ പോലും പിടിച്ചു കുലുക്കാൻ മാത്രം ശക്തമായിട്ടുള്ള വചനങ്ങളാണ് പരിശുദ്ധ ഖുർആൻ. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ സൂറത്ത് മുസമ്മിലും ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, വളരെ കനപ്പെട്ട വാക്കുകൾ നിന്റെ ഹൃദയത്തിലേക്ക് ഞാൻ ഇട്ടു തന്നു എന്നുള്ള. അപ്പൊ കനപ്പെട്ട വാക്ക് എന്നുള്ളത്, കനപ്പെട്ടത് എന്നുള്ളത്, ആ കനം യഥാർത്ഥത്തിൽ ഫിസിക്കലി അവർക്ക് ബോധ്യമായിരുന്നു. ഫിസിക്കലി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കനം യഥാർത്ഥത്തിൽ അത് ബോധ്യമായിരുന്നു എന്നാണ്. അപ്പൊ നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കാലിന് മീതെ കാല് വെച്ചിരിക്കുന്ന സന്ദർഭത്തിൽ വഹി വന്നു. ആ വഹി വന്ന സന്ദർഭത്തിൽ ആ വഹിന്റെ ഭാരം കാരണം എന്റെ കാലുകൾ ഒടിഞ്ഞു പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അത്രയേറെ വലിയൊരു ഭാരം അവർക്ക് അത് യഥാർത്ഥത്തിൽ അത് അനുഭവപ്പെട്ടിരുന്നു. അത് കനപ്പെട്ട വാക്ക് എന്നുള്ളത് അത് എല്ലാ അർത്ഥത്തിലും അതേ രൂപത്തിലായിരുന്നു. അതേപോലെ തന്നെ സൂറത്തുൽ മാഇദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രാവേളയിൽ സൂറത്തുൽ മാഇദ ലഭിച്ച സന്ദർഭത്തിൽ ഒട്ടകം, ആ വഹീന്റെ ഭാരം കാരണം ഒട്ടകം ഇരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്രയേറെ ഭാരമുള്ള ആ ഒരു കനപ്പെട്ട വാക്ക് നിക്ഷേപിക്കാനുള്ള ഹൃദയാണ്. ആ ഹൃദയം നസല ബിഹിർ റൂഹുൽ അമീൻ അലാ ഖൽബിക, സൂറത്ത് ശുഅറാന്റെ 193-ാമത്തെ വചനം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതും കൊണ്ട് വന്ന് അലാ ഖൽബിക, റസൂലുള്ളാഹിന്റെ ഖൽബിലാണ് നിക്ഷേപിക്കാനിരിക്കുന്നത്. ആ ഒരു കനപ്പെട്ട വാക്ക് സ്വീകരിക്കാൻ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹൃദയത്തെ പാകപ്പെടുത്തുക, അല്ലെങ്കിൽ അതിനുവേണ്ടി ഹൃദയത്തെ പാകപ്പെടുത്തുന്ന, അതിനാണ് അതിന്റെ പിന്നിൽ ആ ഷഖ്ഖു സദറിന്റെ പിന്നിലുള്ള ഒരു യുക്തിയായിട്ട് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. ഈ ഒരു വിചിത്രമായിട്ടുള്ള സംഭവം ഷഖ്ഖു സദർ അവിടെ അരങ്ങേറിയതോടുകൂടെ ഹലീമയും അതേപോലെ തന്നെ ഭർത്താവ് ഹാരിസയും അവർ അങ്ങേയറ്റം ഭയക്കുകയാണ്. കുട്ടിക്ക് വല്ലതും സംഭവിക്കുമെന്ന് അവർ ഭയപ്പെടുകയാണ്. കാരണം അവരുടെ സന്താനമല്ല, മറിച്ച് അവർ ഒരല്പകാലം നോക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പൊ അവർ ഉത്തരവാദിത്തമാണ്. അവർ അങ്ങേയറ്റം ഭയപ്പെട്ട് ഉടനെ തന്നെ കുട്ടിയെ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഹലീമയും ഭർത്താവും ഉടനെ തന്നെ കുട്ടിയും എടുത്ത് മക്കയിലേക്ക് യാത്രയാവുകയാണ്, മാതാവിനെ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി. മക്കയിലെത്തി ആമിനയുടെ അടുത്ത് പോയിട്ട് അവർ കുട്ടിയെ തിരിച്ചേൽപ്പിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് ഏതൊരാൾക്ക് ഉണ്ടാകുന്ന രൂപത്തിൽ ആമിനക്ക് സംശയം. ആമിന ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇത്രയും പെട്ടെന്ന് തന്നെ കുട്ടിയെ തിരിച്ചു കൊണ്ടുവന്നത്? ഒരുപാട് ന്യായങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങൾ കൊണ്ടുപോയതല്ല, എന്തുകൊണ്ടാണ് ഉടനെ തന്നെ തിരിച്ചു കൊണ്ടുവന്നത്? കാരണം പറയാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അവർ കാര്യമായിട്ടുള്ളൊരു കാരണം അവർ ബോധിപ്പിക്കുന്നില്ല. പക്ഷെ ആമിന വലിയ ബുദ്ധിമതിയായിരുന്നു. അവസാനം അവരെ കൊണ്ട് പറയിപ്പിച്ചു. ഹലീമ ഗതിയില്ലാതായ സന്ദർഭത്തിൽ ഉണ്ടായ സംഭവങ്ങളെല്ലാം അതേ രൂപത്തിൽ ആമിനയോട് പറഞ്ഞു എന്നുള്ള. അത് കേട്ട ഉടനെ തന്നെ ആമിന പറഞ്ഞു, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അതായത് എന്റെ മകന് വല്ല പൈശാചിക അതേ രൂപത്തിലുള്ള വല്ല ബാധയും ഏറ്റത് കൊണ്ടാണ് ഇതേ രൂപത്തിലെല്ലാം സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വല്ലാഹി അവന് വലിയൊരു ഭാവി ഞാൻ കാണുന്നുണ്ട്. എന്നിട്ട് ആമിന് പറയാണ്, എന്റെ മകന് ഗർഭാവസ്ഥയിലായിരിക്കുന്ന സന്ദർഭത്തിലേ ഇതേ രൂപത്തിലുള്ള വിചിത്രമായിട്ടുള്ള പലതും എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ പറയാണ്, ഗർഭകാലത്ത് 9 മാസക്കാലം അവന് ആ ഗർഭം എനിക്ക് അനുഭവപ്പെട്ടു പോലും ഉണ്ടായിരുന്നല്ലോ. യാതൊരു പ്രയാസവും എനിക്ക് അതായത് ആ കുട്ടി ഗർഭാവസ്ഥയിലായിരിക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് ഏൽക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ള. നമുക്കറിയാം പൊതുവെ അത് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിൽ വഹനൻ അലാ വഹൻ, അല്ലെങ്കിൽ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പല പദങ്ങൾ ഉപയോഗിച്ച് അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രയാസവും എന്റെ മകന് ഗർഭാവസ്ഥയിലായിരിക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് ഏൽക്കേണ്ടി വന്നിട്ടില്ല. അത് മാത്രമല്ല, നേരത്തെ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ സൂചിപ്പിച്ചു, അതായത് ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ എന്റെ ശരീരത്തിൽ നിന്നൊരു പ്രകാശം ശ്യാമിനെ പ്രകാശിതമാക്കിയതായിട്ടല്ല ഞാൻ കണ്ടു. അപ്പൊ അതേ രൂപത്തിലുള്ള നിരവധി വിചിത്ര സംഭവങ്ങൾക്ക് ഞാനും സാക്ഷിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ മകന് വലിയൊരു ഭാവിയുണ്ടെന്ന് ആമിന അവരോട് പറയാൻ. അങ്ങനെ ഹലീമ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. പിന്നീട് ഹലീമയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് കാലങ്ങൾക്ക് ശേഷം കാണുന്ന ഒരു സന്ദർഭമുണ്ട്. നമ്മളൊരല്പം ഫാസ്റ്റ് ഫോർവേഡ് അവസാനത്തിലേക്ക്, സീറയുടെ അവസാനത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ മക്ക വിജയത്തിന്റെ എല്ലാം ശേഷം ഏകദേശം 54 വർഷങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫതഹ് മക്കയ്ക്ക് ശേഷം ഹുനൈൻ യുദ്ധം, ആ ഹുനൈൻ യുദ്ധത്തിൽ ആ സന്ദർഭത്തിൽ ഈ ബനു സഅദ് ബിൻ ബക്കർ ഗോത്രത്തെ മുസ്ലിങ്ങൾ കീഴടക്കിയ സന്ദർഭത്തിൽ ആ ഗോത്രത്തിൽ നിന്ന് ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ നേതാവിനെ, നിങ്ങളുടെ സയ്യിദിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കൊന്ന് കാണണം. അവർ ചോദിച്ചു എന്താണ്? അപ്പൊ അവർ പറഞ്ഞു, ആ സ്ത്രീ പറഞ്ഞു ഞാൻ അവരുടെ സഹോദരിയാണ്. അപ്പൊ സ്വഹാബികളൊന്നും ആ കൺഫ്യൂഷനായി. കാരണം അതേ രൂപത്തിലൊരു സഹോദരി
ഈ ബനു സഅദ് ബിൻ ബക്കർ ഗോത്രത്തിലെ റസൂലുള്ളാഹിക്ക് ഉള്ളതായിട്ട് അവർക്കറിയില്ല. ഏതായിരുന്നാലും അവർ ആ സ്ത്രീയുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലേക്ക് പോയി. ആ സ്ത്രീ പറഞ്ഞു, പ്രവാചകരെ, നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടോ? ഞാൻ ഷെയ്മയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഏതൊരു സ്ത്രീക്കും ഇതേ രൂപത്തിലുള്ള ഒരു അവകാശവാദം ഉന്നയിച്ച് കടന്നു വരാം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതെങ്ങനെയാണ് ഞാൻ അറിയുക? ഉടനെ തന്നെ ഷെയ്മ, അതായത് ഹലീമയുടെ മകളാണ് ഷെയ്മ. ആ ഷെയ്മ പറയാണ്, പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ കളിച്ച സന്ദർഭത്തിൽ നിങ്ങളെ തോളിലിരുത്തി ഞാൻ കളിച്ച സന്ദർഭത്തിൽ നിങ്ങൾ എന്റെ തോളിൽ കടിച്ചിരുന്നു. ആ കടിച്ച പാട് ഈ ഒരു സന്ദർഭത്തിലും അതേ രൂപത്തിൽ അവിടെ ഉണ്ട് എന്നുള്ള. അത് പറഞ്ഞ ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓർമ്മ വന്നു. അതായത് ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് മനസ്സിലായി. അപ്പൊ അവര് ചെറുപ്പത്തിൽ കളിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കുട്ടിയായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പുറത്ത് കടിച്ച ആ ഒരു പാട ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അത് കേട്ട ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഒരുപാട് സമ്മാനങ്ങളെല്ലാം നൽകി. ഉടനെ തന്നെ മാതാവിനെ അന്വേഷിച്ചു. ആ സന്ദർഭത്തിലും ഹലീമ റളിയല്ലാഹു അൻഹ അവർ പിൻകാലത്ത് ഇസ്ലാമിലേക്ക് വന്നു. ഹലീമ റളിയല്ലാഹു അൻഹ ആ സന്ദർഭത്തിലും ജീവിച്ചിരിക്കുന്നുണ്ട്. മാതാവിനെ അന്വേഷിച്ചു. ഒരല്പസമയത്തിന് ശേഷം മാതാവുമായിട്ട് അവർ തിരിച്ചെത്തി. ഷൈമ തിരിച്ചെത്തി. മാതാവിനെ കണ്ട ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ആ ഒരു ഷാൾ, അതായത് ആ റിദാ എടുത്തിട്ട് നിലത്ത് വിരിച്ച് മാതാവിനോടൊപ്പം, അതായത് ഹലീമയോടൊപ്പം ഇരുന്ന് ഒരുപാട് നേരം അവർ തമ്മിൽ സംസാരിച്ചിരുന്നു എന്നെല്ലാം സ്വഹീഹായിട്ടുള്ള ഉദ്ധരണികൾ കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഹലീമ ആ സന്താനത്തെ അവിടെ തിരിച്ച് ഏൽപ്പിച്ചുകൊണ്ട് അവർ പോവാണ്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതാവിന്റെ കൂടെ, അതായത് ആമിനയോട് കൂടെയാണ് പിന്നീട് വളരുന്നത്. ഏകദേശം 6 വയസ്സ് വരെ 2 വർഷത്തോളം മാതാവിന്റെ കൂടെ ജീവിച്ചു. 6-ാം വയസ്സിൽ ഉമ്മ ആമിന മകനെയും എടുത്തുകൊണ്ട് യഥ്രിബിലേക്ക് പോവാണ്. എന്തിനാണ് യഥ്രിബിലേക്ക് പോകുന്നത്? നമുക്കറിയാം, യഥ്രിബിൽ അവർക്ക് നിരവധി ബന്ധുക്കളുണ്ട്. നമുക്ക് ഹാഷിമുമായിട്ട് ബന്ധപ്പെട്ട ആ സംഭവം എല്ലാം നിങ്ങൾ ഓർക്കുക. ഹാഷിം അവിടെ നിന്ന് വിവാഹം കഴിച്ചിട്ടുണ്ട്. അതിലൂടെ റസൂലുള്ളാഹിക്ക് അവിടെ ബന്ധമുണ്ട്. അതേപോലെ തന്നെ പ്രത്യേകം ഓർക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവായ അബ്ദുള്ളയുടെ ഖബറുള്ളത് മദീനയിലാണ്. സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതായത് പിൻകാലത്ത് ഈ മകനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നത് മദീനയിൽ, വഫാത്താകുന്നത് അവിടെ വെച്ചുകൊണ്ടാണ്. അപ്പം പിതാവിന്റെ ഖബർ അവിടെ ഇരിക്കുന്ന, അപ്പം മാതാവ് ആമിന ആ പിതാവിന്റെ ഖബറെല്ലാം കാണാൻ വേണ്ടി മകനെയുമായിട്ട് യഥ്രിബിലേക്ക് പുറപ്പെടാൻ. കൂടെ ഉമ്മു ഐമനും ഉണ്ടായിരുന്നു. ഉമ്മു ഐമൻ, ബറക്ക എന്ന പേരിലുള്ള ആ സ്ത്രീ, ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ, കഴിഞ്ഞ ഭാഗത്തിന്റെ അവസാനം നമ്മൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. പ്രവാചകന് മുലയൂട്ടിയ മറ്റൊരു പ്രവാചകന്റെ മാതാവായിട്ട് കടന്നു വരുന്ന അടിമ സ്ത്രീയായ ഉമ്മു ഐമനും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവർ 3 പേരും കൂടെ യഥ്രിബിലേക്ക് ബന്ധുക്കളെയും അതേപോലെ തന്നെ പിതാവിന്റെ ആ ഒരു ഖബറെല്ലാം കാണാൻ വേണ്ടി അവർ ഒന്നിച്ച് യാത്രയാവുകയാണ്. ഇപ്പൊ ദിവസങ്ങളോളം യാത്ര ചെയ്ത് ഈ 3 ആളുകൾ അവർ മദീനയിൽ എത്തുകയാണ്. മദീനയിൽ എത്തിയതിനു ശേഷം അവിടെ 1-2 മാസം ബന്ധുക്കളോടൊപ്പം അവർ ചെലവഴിക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിലുള്ള ചില അനുഭവങ്ങൾ പിൻകാലഘട്ടത്തിൽ 19 വർഷങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളുമായിട്ട് പങ്കുവെക്കുന്നതായിട്ടുള്ള ഉദ്ധരണികൾ കാണാൻ സാധിക്കും. മനോഹരമായിട്ടുള്ള ഉദ്ധരണി ഇബ്നു സഅദ് അദ്ദേഹത്തിന്റെ തബഖാത്തിൽ അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള സംഭവം അദ്ദേഹം പറയാണ്. പിൻകാലത്ത്, അതായത് ഹിജറക്കെല്ലാം ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും സ്വഹാബികളുമായിട്ട് മദീനൻ തെരുവുകളിലൂടെ നടന്നു പോകുന്ന സന്ദർഭത്തിൽ, ഒരു പ്രത്യേക സ്ഥലത്തെത്തിയ സന്ദർഭത്തിൽ, അതായത് ഖസ്റജ് ഗോത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ബനു അദീ ഗോത്രക്കാർ താമസിക്കുന്ന ഒരു സ്ഥലത്തെത്തിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് അവിടെ നിന്നു. അവിടെ നിന്നതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു വീട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, ആ വീട് അത് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നു, അവിടെയായിരുന്നു ഞാനും എൻ്റെ മാതാവും ചെറുപ്പത്തിൽ താമസിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പത്തിലെ ആ സന്ദർഭത്തിൽ ഈ ഒരു സമയത്ത് വന്ന് താമസിച്ച ആ വീട് പിൻകാലഘട്ടത്തിൽ അവർക്ക് കാണിച്ചു കൊടുക്കാൻ, ഒരല്പം കൂടെ അവർ നടന്ന സന്ദർഭത്തിൽ അവിടെ ഒരു ചെറിയ തടാകം കണ്ടു. ആ തടാകം കാണിച്ചുകൊണ്ട് സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ തടാകം ഞാൻ ഓർക്കുന്നുണ്ട്, ആ തടാകത്തിൽ വെച്ചിട്ടാണ് ഞാൻ നീന്തൽ പഠിച്ചത്. ആ ഒരു അതായത് 1-2 മാസ കാലഘട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചുകൊണ്ട് നീന്തൽ പഠിച്ചിരുന്നു. ആ തടാകം പിൻകാലഘട്ടത്തിൽ സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുക്കാൻ, ആ മനോഹരമായിട്ടുള്ള ഓർമ്മകൾ പിൻകാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കുവെക്കുകയാണ്. 1-2 മാസം അവിടെ താമസിച്ചതിന് ശേഷം മാതാവ് ആമിന അതേപോലെ തന്നെ ഉമ്മു ഐമൻ അവർ 3 പേരും മക്കയിലേക്ക് തന്നെ തിരിച്ച് യാത്രയാവുകയാണ്. അങ്ങനെ മക്കയിലേക്കുള്ള യാത്ര വഴിമധ്യേ മദീനയിൽ നിന്നും 23 മൈൽ അകലെയുള്ള അബുവ എന്ന സ്ഥലത്തെത്തിയ സന്ദർഭത്തിൽ പെട്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതാവ് ആമിന രോഗിയാവുകയാണ്. യാത്രക്കിടെ പെട്ടെന്ന് രോഗം ബാധിച്ചു. പെട്ടെന്ന് തന്നെ രോഗം മൂർച്ഛിച്ച് അവിടെ വെച്ചുകൊണ്ട് ആ 6 വയസ്സ് മാത്രമുള്ള ആ കുട്ടിയെ തനിച്ചാക്കിക്കൊണ്ട് മാതാവ് ഈ ലോകത്തോട് വിട പറയാൻ. രോഗകാരണം ആർക്കും അറിയില്ല. പെട്ടെന്നുള്ള മരണം. നമുക്കറിയാം,
ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റ്, അതായത് പൊതുവെ യാത്രക്കിടെയുള്ള മരണങ്ങൾ, യാത്ര എന്നുള്ളത് അങ്ങേയറ്റം ദുഷ്കരമായിരുന്നു. നമ്മൾ പിറകിലേക്ക് നോക്കുകയാണെങ്കിൽ ഹാഷിം മരണപ്പെടുന്നത് യാത്രയിലാണ്. ഗസയിൽ വെച്ച് നമ്മൾ മരണപ്പെട്ട് നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ള മരണപ്പെടുന്നതും യാത്രയിലാണ്. അതേപോലെ തന്നെ മാതാവും മരണപ്പെടുന്നത് യാത്രയിലാണ്. ഒരു പക്ഷേ അത്തരത്തിൽ വല്ല കാരണമായിരിക്കാം അള്ളാഹു അവിടെ വെച്ചുകൊണ്ട് മാതാവ് മരണപ്പെടുക. ചിന്തിച്ചു നോക്കുക, എത്രത്തോളം പ്രയാസം. 6 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടിയെ ബാക്കി വെച്ചുകൊണ്ടാണ് മാതാവ് പോകുന്നത്. അപ്പോൾ ഉടനെ തന്നെ കൂടെ ഉണ്ടായിരുന്ന ഉമ്മു ഐമൻ, അവര് മാതാവിനെ 2 രൂപത്തിലുള്ള റിപ്പോർട്ടുകൾ, ചില റിപ്പോർട്ടിൽ മദീനയിലുള്ള ആളുകൾ വിവരം അറിയിച്ച് അവർ വന്ന് അവിടെ ഖബറടക്കി. ചില റിപ്പോർട്ടുകളിൽ അവിടെ ആ ഗ്രാമത്തിലുള്ള ആളുകളെല്ലാം വന്ന് അതേ സ്ഥലത്ത് അബുവ എന്നറിയപ്പെടുന്ന ആ സ്ഥലത്ത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതാവിനെ അവർ ഖബറടക്കി എന്നുള്ള തിരിച്ചുള്ള വഴി, തിരിച്ചവർ മക്കയിൽ എത്തേണ്ടതുണ്ട്. ആ മക്കയിലേക്കുള്ള വഴി എങ്ങനെയാണ്, മാതാവില്ലാതെ വേണം അവർ താണ്ടാൻ. എത്രത്തോളം ഒരു 6 വയസ്സുള്ള കുട്ടിക്കുണ്ടാക്കുന്ന മാനസിക പ്രയാസം എത്രയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതായത് ഇങ്ങോട്ട് വരുന്ന സന്ദർഭത്തിലുടനീളം തന്നെ പരിചരിച്ചുകൊണ്ട് മാതാവുണ്ടായിരുന്നു. മാതാവില്ലാതെ അത്രയും ദൂരം അത് താണ്ടുന്ന സന്ദർഭത്തിൽ ആ മാതാവിന്റെ ഓർമ്മകൾ എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അലട്ടിയിട്ടുണ്ടാകും. അതിന്റെ ഒരു പ്രയാസം ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. പല സന്ദർഭത്തിലും പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ പല സന്ദർഭത്തിലും പങ്കുവെക്കാറുള്ള ഒരു അനുഭവമാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ, അല്ലാഹുമ്മ ആമീൻ. പല സന്ദർഭത്തിൽ ഇതേ രൂപത്തിൽ പെട്ടെന്നുള്ളൊരു കോള്, മരണവാർത്ത വരുന്ന സന്ദർഭത്തിൽ, മാതാപിതാക്കളുടെ മരണവാർത്ത വരുന്ന സന്ദർഭത്തിൽ, അതിനുവേണ്ടി അവർ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ ആ യാത്രയുടെ പ്രയാസം, അത് ജീവിതത്തിൽ അത്രയും പ്രയാസകരമായിട്ടൊരു യാത്ര ഉണ്ടാവില്ല എന്നുള്ളത്. കാരണം ആ യാത്രയുടെ 5-6 മണിക്കൂർ ഉടനീളം പിന്നിട്ട കാലങ്ങളെ സംബന്ധിച്ചുള്ള ഓർമ്മകളായിരിക്കും. സമാനമായിട്ട് ഇവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറും 6 വയസ്സ് മാത്രമാണ് പ്രായം. ജനിച്ചു വീഴുന്ന സന്ദർഭത്തിൽ പിതാവ് മരണപ്പെട്ടിട്ടുണ്ട്. ഇനി ആകെയുള്ള അത്താണിയായ മാതാവ് മരണപ്പെടുകയാണ്. ആ മാതാവിന്റെ ഓർമ്മകൾ, അല്ലെങ്കിൽ ആ മാതാവിനെ കുറിച്ചുള്ള ആ ഓർമ്മകളും പേറിക്കൊണ്ട് മകൻ മക്കയിലേക്ക് യാത്രയാവുകയാണ്. ആ ഒരു ഷോക്ക്, അതായത് മാതാവിന്റെ മരണം റസൂലുള്ളാഹി ഉണ്ടാക്കിയിട്ടുള്ള ആഘാതം, അത് എത്രത്തോളം എന്നുള്ള അതിന്റെ ഒരു തീവ്രത മനസ്സിലാക്കാൻ മറ്റൊരു ഉദ്ധരണി. 50 വർഷത്തിന് ശേഷം ചിന്തിച്ചു നോക്കുക, 50 വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ ഏതൊരു ദൗത്യം കഴിഞ്ഞ് അവർ മടങ്ങി വരുന്ന സന്ദർഭത്തിൽ, തിരിച്ചു വരുന്ന വഴിയിൽ പെട്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വഴിയിൽ നിന്ന് ആ വഴി മാറി നടന്നു. മറ്റൊരു റിപ്പോർട്ട്, 2 റിപ്പോർട്ട്, ഒന്ന് ഇമാം അഹ്മദിന്റെ മുസ്നദിലും അതേപോലെ തന്നെ സ്വഹീഹ് മുസ്ലിമിൽ രണ്ട് ഹദീസുകൾ കാണാൻ സാധിക്കും. ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് അവരവിടെ നിർത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. മറ്റൊരു റിപ്പോർട്ടിൽ ആ സ്വഹാബത്തിനെയും കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്ന വഴിയിൽ നിന്നൊന്ന് മാറി നടന്നു എന്നുള്ള. അവർക്കാർക്കും മനസ്സിലായില്ല. പക്ഷേ അവര് റസൂലുള്ളാഹിനെ അവരെ അനുഗമിച്ചുകൊണ്ട് പിറകിൽ അവർ നടന്നു. ഒരല്പം പോയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു ഖബറിന്റെ സമീപത്ത് പോയിരുന്നു. ആ ഖബറിന്റെ സമീപത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയിരുന്നതിന് ശേഷം അവിടെ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിക്കരയാൻ തുടങ്ങി. സ്വഹാബത്ത് പറയാണ്, ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തേങ്ങിക്കരയുന്നത് ഞങ്ങൾ അതുവരെ കണ്ടിട്ടില്ല എന്നുള്ള. എത്രത്തോളം എന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടി രോമങ്ങളെല്ലാം നനഞ്ഞ് കുതിരുമാറ് പ്രവാചകൻ പൊട്ടിക്കരയാൻ കണ്ടുനിന്ന അവിടെ ആ സന്ദർഭത്തിന് സാക്ഷിയായിട്ടുള്ള സർവ്വ സ്വഹാബത്തും റസൂലുള്ളാഹിനോടൊപ്പം പൊട്ടിക്കരയാൻ. അവർക്ക് അറിയില്ല എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്നത് പോലും അവർക്ക് കാരണം അറിയില്ല. പക്ഷേ റസൂലുള്ളാഹിനോടുള്ള അപാരമായിട്ടുള്ള സ്നേഹം കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്നത് അവർക്ക് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. അവരും റസൂലുള്ളാഹിനോടൊപ്പം കരഞ്ഞു എന്നുള്ളതാണ്. വളരെ വളരെ നമുക്കറിയാം, സീറ മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ വളരെ അപൂർവം സന്ദർഭങ്ങളിൽ മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പബ്ലിക്കായിട്ട് കരഞ്ഞിട്ടുള്ളത്. എണ്ണപ്പെട്ട സന്ദർഭങ്ങളിൽ മാത്രമാണ്. അത് കൂടുതൽ അവർക്ക് പല ആളുകൾക്ക് കണ്ട് ശീലമില്ലാത്തതാണ്. അപ്പൊ ഇതെല്ലാം യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാനസിക തലങ്ങൾ കൂടെയാണ് കാണിച്ചിരുന്നത്. അത്രത്തോളം നിങ്ങൾ ചിന്തിച്ചൊക്കെ 50ഓളം വർഷത്തിന് ശേഷമാണ് ഇത് ഈ ഒരു സംഭവം നടക്കുന്നത്. ആ 50 വർഷത്തിനിടയിൽ എത്ര സ്റ്റേജുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിട്ടിട്ടുണ്ട്. ഇസ്രാ മിറാജ് പോലെയുള്ള ലോകത്ത് ഒരു മനുഷ്യനും കാണാത്ത രൂപത്തിലുള്ള കാഴ്ചകൾ ആ കണ്ണുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. നിരവധി മാലാഖമാരെ കണ്ടിട്ടുണ്ട്. അതെല്ലാം അത്രയേറെ സ്റ്റേജുകളിലൂടെ റസൂലുള്ളാഹി കടന്നുപോയിട്ടും മാതാവിനെ കുറിച്ചുള്ള ആ സ്മരണ ആ സന്ദർഭത്തിലും അതേ രൂപത്തിൽ മായാതെ അവശേഷിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചുകൊണ്ട് തേങ്ങിക്കരഞ്ഞു. അതിനുശേഷം സ്വഹാബത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന്റെ കാരണം പറഞ്ഞു, കരയാനുള്ള കാരണം, എൻ്റെ മാതാവിന്റെ ഖബർ ഇവിടെയാണുള്ളത്. എൻ്റെ മാതാവിന്റെ ഖബർ ഞാൻ സന്ദർശിക്കാൻ വേണ്ടി എൻ്റെ നാഥനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതി ചോദിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് അനുമതി നൽകി. വ ഇന്നി കുൻതു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂർ, ഞാൻ ഇത്രയും കാലം നിങ്ങൾക്ക് ഖബർ സന്ദർശനം ഞാൻ നിഷിദ്ധമാക്കിയിരുന്നു, അതുകൊണ്ട് ഈ ഒരു സന്ദർഭം മുതൽ അത് നിങ്ങൾക്ക് ഹലാലാണ്. അതായത് ആദ്യകാലത്ത് ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഖബർ സിയാറത്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയിരുന്നു. അവർക്ക് അത് അനുവദനീയമാക്കിയിരുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ അത് വിശ്വാസപരമായിട്ടൊരു പക്വത അവർക്ക് എത്തുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഹറാമാക്കി വെച്ചു. കാരണം ഖബറുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി അനാചാരങ്ങൾ അവർ അക്കാലഘട്ടത്തിലുണ്ടായത് അവരിലേക്ക് വരുമോ എന്ന് ഭയപ്പെട്ടു. പക്ഷേ വിശ്വാസമെല്ലാം അടിയറച്ചത് കൊണ്ട് തന്നെ ഈ ഒരു സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് എന്റെ മാതാവിന്റെ ഖബറിടം സന്ദർശിക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നു മുതൽ ഖബർ സന്ദർശിക്കാവുന്നതാണ്. അതായത് നിങ്ങളുടെ ബന്ധുക്കൾ മരണപ്പെട്ട ഖബറിടങ്ങൾ നിങ്ങൾക്ക് സന്ദർശിക്കാം. ഫ ഇന്നഹാ തുദക്കിറുഹുമുൽ ആഖിറ, അത് നിങ്ങളെ ആഖിറത്തിനെ ഓർമ്മപ്പെടുത്താൻ അത് സഹായിക്കും. അതുകൊണ്ട് അത് അവർക്ക് ആ സന്ദർഭത്തിൽ അനുവദനീയമാക്കണം. ഈ ഹദീസ് ഈ ഒരു സന്ദർഭത്തിലാണ് കടന്നു വരുന്നത്. ആ ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിക്കരഞ്ഞ് ഈ ഒരു തന്റെ മാതാവിനെ സ്മരിക്കുന്ന ആ ഒരു സംഭവം നമുക്ക് സ്വഹീഹ് മുസ്ലിമിലും അതേപോലെ തന്നെ ഇമാം അഹ്മദിന്റെ ഹദീസ് മുസ്നദിലും കടന്നു വരുന്ന ഹദീസിൽ കാണാൻ സാധിക്കും എന്നുള്ള. ചുരുക്കത്തിൽ അവിടെ വെച്ചുകൊണ്ട് മാതാവ് മരണപ്പെട്ടതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നേരത്തെ പറഞ്ഞ മുല കൂട്ടിയ മാതാവായിട്ടുള്ള ഉമ്മു ഐമൻ റസൂലുള്ളാഹിയുമായിട്ട് മക്കയിലേക്ക് തിരിച്ചെത്തുകയാണ്. 6-ാം വയസ്സിൽ മാതാവും പിതാവും നഷ്ടപ്പെട്ടു. പിന്നീട് റസൂലുള്ളാഹിനെ സംരക്ഷിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യപ്പയായിരുന്ന അബ്ദുൽ മുത്തലിബാണ്. അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഒരു അല്പകാലം വളരുന്നത്. ആ ഒരു കാലഘട്ടത്തിലുണ്ടായ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, അതിനുശേഷം എന്തുകൊണ്ടാണ് ഇത്രയും ഈ ഒരു ചെറിയ കാലഘട്ടത്തിൽ നിന്ന് ഇത്രയും വലിയ ഒരു അനാഥത്വം അല്ലെങ്കിൽ ഒരു യതീമായിട്ട് അനുഭവിക്കേണ്ടി വന്നതിന്റെ പിന്നിലുള്ള യുക്തി എന്താണ്? അതെല്ലാം ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാവുന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളുടെയും കൂടെ നാളെ ഉയർത്തെഴുന്നേൽക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. ലോകത്ത് ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ അകാരണമായിട്ട് പല ആളുകളും നമ്മളെ മനസ്സിനെയെല്ലാം വേദനിപ്പിക്കുന്ന രൂപത്തിൽ പലതും സംഭവിച്ചുകൊണ്ടിരിക്കണം. നമ്മളതെല്ലാം സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അകാരണമായിട്ട് പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് അവരുടെ കുടുംബത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമയും സഹനവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. മരണപ്പെട്ട ആളുകൾക്ക് അവർക്ക് നാളെ സ്വർഗത്തിൽ ഉന്നത പദവികൾ നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങളിൽ നിന്നും ശത്രുക്കളുടെ നീക്കങ്ങളിൽ നിന്നെല്ലാം മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.